കൊല്ലം ജില്ലയിലെ തെക്കൻ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പുല്ലിച്ചിറ അമലോത്ഭവ മാതാവിൻ്റെ പള്ളി. ആ പള്ളിയിലെ പെരുന്നാളിൻ്റെ വീഡിയോസാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. തോമാശ്ലീഹായുടെ ശിഷ്യന്മാരാണ് AD 51 ഇവിടെ ആദ്യ വിശ്വാസ സമൂഹം സ്ഥാപിച്ചത്. അറബിക്കടലിൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ട പോർച്ചുഗീസ് യാനത്തിൽ നിന്ന് നാവികർ ഭാരമുള്ള വസ്തുക്കൾ വലിച്ചെറിഞ്ഞു തുടങ്ങി. കപ്പലിലെ പ്രാർത്ഥനാമുറിയിൽ പൂജ്യമായി സൂക്ഷിച്ചിരുന്ന അമലോത്ഭവ മാതാവിൻ്റെ സ്വരൂപം പെട്ടിയിലാക്കി അവരെറിഞ്ഞു. സ്വരൂപ പെട്ടി തിരമാലകൾ സ്പർശിച്ചതും കൊടുങ്കാറ്റ് ശമിച്ചു, തിരയടങ്ങി. വലിയൊരു കപ്പലപകടത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ചത് കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥമാണെന്ന് അവർ വിശ്വസിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. കപ്പലിൽ നിന്ന് അകലേക്കൊഴുകി തുടങ്ങിയ മാതൃസ്വരൂപം ഏത് കരയ്ക്കടിഞ്ഞാലും അവിടെ സുന്ദരമായൊരു ദേവാലയം നിർമ്മിക്കുമെന്ന് ആ നാവികർ പ്രതിജ്ഞ ചെയ്തു. പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച ആ രൂപം പുല്ലിച്ചിറ കായൽ തീരത്ത് പിറ്റേ പ്രഭാതത്തിൽ ഒഴുകിയെത്തി. അങ്ങനെ മാതാവിനെ കിഴക്ക് ദിശയിലേക്ക് തിരിച്ചുവെച്ചു. അതിനാൽ കിഴക്ക് നോക്കി അമ്മയെന്നും മലനോക്കി അമ്മയെന്നും വിളിക്കാറുണ്ട്. പ്രതിജ്ഞ നിറവേറ്റാൻ വ്യാജചിത്തരായി പല കരകൾ തിരഞ്ഞെത്തിയ പോർച്ചുഗീസ് നാവികർ ഈ അത്ഭുത മനോഹര സ്വരൂപം പുല്ലിച്ചിറയിൽ കണ്ടെത്തി. നാട്ടുകാരുടെയും കൊല്ലം രൂപതയുടെ പുരോഹിതന്മാരുടെയും സഹകരണത്തോടെ AD 1572 ദേവാലയം പൂർത്തിയാക്കി. പോർച്ചുഗീസുകാർ പള്ളി നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ശുദ്ധജല ദൗർലഭ്യം ഉണ്ടായപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉയർന്നു. കായലിലെ ഉപ്പുവെള്ളം നല്ല വെള്ളമായി. ആ വെള്ളമാണ് പിന്നീട് ദേവാലയ പണിക്കായിട്ട് ഉപയോഗിച്ചത്. പോർച്ചുഗീസ് ശൈലിയിൽ 1572 നാവികർ നിർമ്മിച്ച ദേവാലയ സ്ഥാനത്ത് 1974 പുതിയ ദേവാലയം ഇടവക സമൂഹം നിർമ്മിച്ചു. ആ ദേവാലയത്തിൽ പോർച്ചുഗീസ് നിർമ്മിത പഴയ ആൾട്ടർ ഫസാഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടി വിദേശ സഞ്ചാരികളും ഒരുപാട് ആളുകളും ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. അപ്പം ഞാനും ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. കൊല്ലം തിരുവനന്തപുരം NH കൊട്ടിയം ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ തെക്ക് ദിശയിലാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്.